ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതായ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചവനായ ദൈവം സകലതിനെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാകുന്നു, പുതുക്കത്തിലേക്ക് നയിക്കുന്ന ദൈവമാകുന്നു. കൺവെൻഷനിലൂടെ ദിവ്യ സന്ദേശം ശ്രവിപ്പാൻ, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽപ്പാൻ അവിടുന്ന് ഇടയാക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 4-ാം ദിവസം താല്പര്യത്തോടെ നിരസനയിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ ശബ്ദം ശ്രവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അനുസരണമുള്ളവരായി അർപ്പണബോധത്തോടുകൂടി ജീവിതത്തെ നയിപ്പാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ തുടങ്ങും. നൂറാമത്തെ സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്ത തലമുറയായും ഇരിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു, ഭാഗ്യമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ. ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ. തുണ നീ എന്നിയെ വേറിൽ അറിഞ്ഞു നൽകണമേ. തുണ നീ എന്നിയെ വേറിൽ അറിഞ്ഞു നൽകണമേ. പരമാനന്ദമോദം കൊണ്ടകമേതിങ്ങണമേ. പരമാനന്ദമോദം കൊണ്ടകമേതിങ്ങണമേ. പരനാ നിന്നോടനന്ദിച്ചിടുവാൻ നൽകണമേ. പരനാം നിന്നോടനന്ദിച്ചിടുവാൻ നൽകണമേ. പരനെ നിന്തിരു മുൻപിൽ വരുന്നോരീ സമയേ. പരനെ മുൻപിൽ വരുന്നോരീ സമയേ. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. 58ാമത് ഭദ്രാസന കൺവെൻഷന്റെ 4-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കേൾപ്പാനായിട്ട്, അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും അവിടുത്തെ ശബ്ദം കേട്ട്